ഇടതുമുന്നണിയിൽ നിന്നും മാണി സി കാപ്പനെ UDF-ൽ എടുത്ത് പാലായിൽ മത്സരിപ്പിക്കുവാൻ നീക്കം നടക്കുന്നതായി സൂചനയുണ്ടല്ലോ. CM എന്തു പറയുന്നു? പണ്ട് മാണി സാർ പറഞ്ഞത് തന്നെ പറയുന്നു. കണ്ടാൽ കൊള്ളാവുന്ന പെൺകുട്ടികളെ കണ്ടാൽ ആൾക്കാർ കല്യാണാലോചനയുമായി വരും. മാണി സി കാപ്പൻ ഇപ്പൊ ആ പരുവത്തിലാ. ചട്ടം ലംഘിച്ചുള്ള ഫയലുകളിൽ മേലിൽ ഒപ്പിടരുതെന്ന് IAS-കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് പരന്നിട്ടുണ്ടല്ലോ CMA. ഈത്തപ്പഴ ഇറക്കുമതിയാണെങ്കിൽ പഴത്തിനകത്ത് കുരു തന്നെയാണോ എന്ന് കണ്ടിട്ട് ഒപ്പിട്ടാൽ മതി, അല്ലാത്തതിന് ഡിജിറ്റൽ ഒപ്പിട്ടാളി. സ്വപ്നയ്ക്കെതിരെയുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് കേസിന് പുരോഗതിയും വേഗതയുമില്ല. കേസ് വിജിലൻസിന് കൈമാറിയല്ലോ. വേഗത കൂട്ടാനാണോ? പണ്ടേ സിനിമയിൽ സ്വപ്ന സീനുകൾ സ്ലോ മോഷനിലാ കാട്ടിപ്പോന്നത്, അത്രേ ഉള്ളൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയേതര ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കരുതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ പാർട്ടി പ്രവർത്തനം നടത്താൻ ആരുണ്ടാവും? ന്യായമല്ലേ? പിന്നെ കൊട്ടേഷൻ സംഘത്തിന് കൊടുക്കേണ്ടി വരുമോ? JDU സംസ്ഥാന സമിതി പിരിച്ചുവിട്ടിരിക്കുന്നല്ലോ കേന്ദ്ര നേതൃത്വം. ഖേദകരമായി പോയെന്ന് സംസ്ഥാന പ്രസിഡന്റ് CK ദാണു പറഞ്ഞു. CM എന്താ പറയുന്നത്? ജനറൽ ബോർഡ് തന്നെ പിരിച്ചുവിട്ടാലും ഒരു ഓട്ടോറിക്ഷയിൽ പോകാനുള്ള ആളല്ലേ ഉള്ളൂ, എന്തോന്ന് ഖേദിക്കാൻ. അല്ലയോ കൊടിയേരിക്കാരൻ ബാലകൃഷ്ണ, ഈ നിൽക്കുന്ന മാണി സി കാപ്പനെ ഭർത്താവായി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ? ഇല്ലച്ചോ ഇല്ല. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ജോസ് കെ മാണിയെ കൂടി കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്.